പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ, എ ബന എന്നുള്ള പാട്ടിലൂടെ വൈറലായ അക്കു അക്ബർ നമ്മുടെ കരുവാരകുണ്ട് ഫെസ്റ്റിൽ വന്നിരുന്നു. അന്നത്തെ ഒരു വീഡിയോ ആണ് പങ്കുവെക്കുന്നത്. അതുപോലെ ആ ഫെസ്റ്റിൽ 2002, 2003 ഫോട്ടോഗ്രാഫ് SSC ബാച്ച് നമ്മുടെ ഡയാലിസ് സെൻറ്ററിലേക്ക് 53,000 ചില്ലാനം രൂപ കൈമാറുന്നൊരു ചടങ്ങും നടന്നു. അപ്പോൾ ഇതിൽ ഒരുപാട് ആളുകളന്ന് പങ്കെടുത്തു. അപ്പോൾ ആ ഒരു വിവരം അക്കു എങ്ങനെയാണ് ഈ പാട്ട് മേഖലയ്ക്ക് വന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. എന്റെ എല്ലാ ഇന്റർവ്യൂകളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കാര്യങ്ങളിലൊക്കെ അവിടേക്ക് ഞാൻ എന്റെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പാട്ട് ഹിറ്റായതും ആ പാട്ട് ഹിറ്റാവാനുണ്ടായ കാരണവും എന്താണെന്ന്, അത് എവിടെ പാടിയതാണെന്ന്. എന്റെ നാട് തിരൂരാണ്. തിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കിൻഷിപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന വീൽ ചെയറിലുള്ള 70ഓളം വരുന്ന കുറച്ച് സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് അവിടെയുണ്ട്. അവരുടെ വളണ്ടിയറിംഗ് ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പോ അവർക്ക് വേണ്ടി സംഘടിപ്പിച്ച ഒരു ഓണം സെലിബ്രേഷനിലായിരുന്നു ഞാൻ ആ പാട്ട് പാടിയത്. സാധാരണ നമ്മളൊക്കെ 2 കൈയും 2 കാലും വെച്ച് നല്ല രീതിയിൽ ഓണം സെലിബ്രേഷൻ അല്ലെങ്കിൽ മറ്റു പരിപാടികളൊക്കെ ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ അവർക്ക് അവിടെ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് വടം വലിക്കാനും അതുപോലെ ചട്ടിപ്പൊട്ടിക്കാനും തുടങ്ങിയ മത്സര ഇനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കുമായിരുന്നു. ഇത് 8 വർഷത്തോളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതിൽ 3 വർഷമായിട്ടുള്ളൂ ഞാൻ വളണ്ടിയറിംഗ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കാലം നല്ല രീതിയിൽ 600-700 വരുന്ന പേരെ ഉൾപ്പെടുത്തി നല്ലൊരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിക്കുന്നു. ഈ പ്രാവശ്യം നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതൊക്കെ ചുരുക്കി 100-ലേറെ വരുന്ന പേരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ സംഘടിപ്പിച്ചൊരു പ്രോഗ്രാമിൽ ഒരു വളണ്ടിയറായി പോയ ഞാൻ കുറച്ചു നേരം ഞങ്ങളുടെ സദ്യ ആർക്കും തികയാതെ വന്നപ്പോ കുറച്ച് ഹോട്ടലിൽ ഓർഡർ ചെയ്ത് അത് തിരിച്ച് ഞങ്ങളുടെ കിൻഷിപ്പിലേക്ക് എത്തേണ്ട താമസത്തിൽ ആ ഒരു സമയം ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ പാട്ട് പാടിയത്. അത് ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ ചെന്നപ്പോൾ അതിലേറെ സന്തോഷം വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് എന്നെ സന്തോഷിപ്പിച്ച് ഇന്ന് 129ാം വേദിയായ കരുവാരക്കുണ്ട് പ്രദേശത്ത് നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു ത്രാണി എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട എന്റെ വീൽ ചെയറിലുള്ളവരോട് ഈ ഒരു വേദിയോട് ഞാൻ നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളോടൊക്കെ പറയാനുള്ളത്, ഞാനൊരു 12 വർഷമായിട്ട് പാലിയേറ്റീവ് പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നത്, ഇവിടെയുള്ള പ്രാദേശിക പാലിയേറ്റീവിനൊക്കെ മക്കളെ നിങ്ങളൊക്കെ പോവാം, കുറച്ച് സമയങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചിലവഴിക്കുക. കുറച്ച് തീർച്ചയായും നിങ്ങൾക്കൊരു സമയം തരും. അതിന്റെ എത്രയും വലിയ ഉദാഹരണമാണ് നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. അതിലുപരി നിങ്ങളടക്കമുള്ള വ്യക്തികളോട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. എനിക്ക് ഇത്തരത്തിലുള്ളൊരു വേദി ഒരുക്കി തന്നതിന് ഒരുപാട് നന്ദി. അതോടൊപ്പം ഇപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ ഞങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്ത് സിനാന് നല്ല രീതിയിൽ മാപ്പിളപ്പാട്ടും സിനിമ അടിപൊളി. നിങ്ങളെ കാണാൻ പറ്റിയില്ല. ആ പാട്ട് ഏതാണല്ലോ, ഞാൻ അധികം സ്കൂളിലൊക്കെയാണ് പോയിട്ട് ഈ പാട്ട് പാടിയിട്ടുള്ളത്. അപ്പൊ അവിടുത്തെ കുട്ടികളൊക്കെ എനിക്ക് ഇങ്ങനെ പാടിത്തരും. ഒരു 4 വരി 8 വരി ഒക്കെ ആയിട്ട് എല്ലാവരും കൂടി നിങ്ങളിങ്ങനെ പാടിത്തരും. അങ്ങനെ പാടിത്തരാൻ ആർക്കും പറ്റും? എല്ലാവരും കൂടി ഒരുമിച്ച് പാടിയാൽ മതി. പറ്റുമോ? എല്ലാവർക്കും വരണ്ട, എല്ലാവർക്കും കൂടി ഒരുമിച്ച് പാടാം. ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ പാടൂലേ? പറയണേ, എവിടുന്ന് പാടുക? എന്താ തമാശ എല്ലാം നിരാശ, അവിടുന്ന് അറിയില്ലേ? ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ പാടൂലേ? റെഡി 1 പോരെ എല്ലാവരും കൂടി ആകുമ്പോൾ നല്ല രസം കേൾക്കാൻ. ഇവിടെ നിന്നാലും മതി, എല്ലാവരും കൂടി ഇങ്ങനെ പാടി തന്നാൽ മതി. മറ്റൊന്നുമല്ല കേട്ടോ, കുട്ടികളാണ് ഈ പാട്ട് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തിട്ടുള്ളത്. അവർക്ക് മാത്രമേ എന്നെ കാര്യമായിട്ട് ഇഷ്ടമുള്ളൂ. വരുന്നോ? പാടി നമുക്ക്. റെഡി 1 2 3 സ്റ്റാർട്ട്.
ഓക്കെ, താങ്ക് യു. നല്ലൊരു കൈയ്യോട് എടുത്ത് ഞാൻ എല്ലാവരും കൊണ്ടും അവിടെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് കുട്ടികൾ ഭയങ്കര കണക്ഷൻ ആവുമല്ലോ എല്ലാവരും തമ്മിൽ. ഇവരിങ്ങനെ പാടിക്കുമ്പോൾ ഭയങ്കര രസമൊക്കെ.